എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ അയലക്കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പം അയല ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ് ഇതിനകത്ത്. ഇതെല്ലാം കൂടി ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഇത് ചതച്ചെടുത്തിട്ട് പിന്നെ അതിന് വേണ്ടിയത് പിന്നെ ഇത് പുളി, കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ കറിവേപ്പിലയാണ്. പിന്നെ ഇത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഞാൻ ഒന്ന് ചതച്ചെടുക്കും. അതിനുശേഷം നമുക്ക് ഈ പൊടി ഒന്ന് വെറുതെ ഒന്നിങ്ങനെ പിന്നെ ഒരു പച്ച കളഞ്ഞിട്ടൊന്ന് വരട്ടി എടുക്കത്തുണ്ടല്ലോ, ഒന്നും വഴറ്റിയെടുക്കും. എണ്ണയിലല്ലാതെ ഡ്രൈ ആയിട്ടൊന്ന് ചീനിച്ചട്ടിയിലിട്ടൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇത് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. ഇങ്ങനെയൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ചതച്ച് ചേർക്കും, ഇതും ഒന്ന് വറുത്ത് ചേർക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് സ്പെഷ്യൽ അയലക്കറി എങ്ങനെയാണെന്ന് ഒന്ന് വെച്ച് നോക്കാം. പിന്നെ ഈ പൊടികൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എണ്ണയിലല്ല, വെറുതെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ. എണ്ണയിലൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, മതി. അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ഞാൻ ചട്ടി വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. അപ്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇടുവാണ്. നമ്മൾ ഇങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന കണ്ടൻസ് മാത്രമേ ഇടുന്നത് കേട്ടോ. മറ്റെല്ലാം നമ്മൾ പിന്നെ ഉള്ളി അതൊന്നും അല്ലാതെ സെപ്പറേറ്റ് ഇടുന്നില്ല. ഈ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇടുവാട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പം ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇതിപ്പം നമ്മുടെ അതിൻ്റെ ഇതെല്ലാം ഇതിനകത്തൊക്കെ അലിഞ്ഞ് ചേർന്നോളും. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഒന്ന് പറ്റിച്ചെടുക്കാനാണ്, ഒത്തിരി വെള്ളത്തിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ പുളി രസം കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് കൂടി കറിവേപ്പില ഇടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചതിൻ്റെ നല്ല ഒരു മണം. ആ ടേസ്റ്റും അതുപോലെ ആയിരിക്കും. പിന്നെ കറിവേപ്പില ഇപ്പോൾ ഇട്ടപ്പോൾ അതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അയില കഷ്ണം ചേർക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണവും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പം മീൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇന്ന് മീൻ കൊണ്ടുവന്നു വാങ്ങിച്ചു. 2 ദിവസമായി മീൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ശർക്കര വെള്ളവും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കും. ശർക്കര കൂടി അധികം ചാറ് കാണത്തില്ല ഇങ്ങനെ വെക്കുമ്പം. ശർക്കര വെള്ളവും കൂടി അപ്പം ഇത് നന്നായിട്ടിരുന്ന് പറ്റിക്കോളും. ഉപ്പ് ഇട്ടു എല്ലാം നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പം നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. അല്ല, അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഓൾ. അപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അയലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.